Okay, VSCP theory for both lone pairs and bone pairs. നമ്മളിനി കൺസിഡർ ചെയ്യുന്നത് ബോൺ പെയറും ലോൺ പെയറുമുള്ള മോളിക്യൂൾസിനെയാണ്. ബോൺ പെയർ ആൻഡ് ലോൺ പെയർ. ഓക്കെ, അതിൽ ആദ്യത്തേത് ഞാനതിനെ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാം. AB2E. ഓക്കെ, ഈ AB2E എന്ന് പറയുന്നതിലെ ഓർക്കേണ്ട കാര്യം, എ എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റമാണ്. എ എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റമാണ്. ഈ ബി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ബോൺ പെയർ ആണ്. ഇ എന്ന് പറയുന്നത് ലോൺ പെയർ ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? AB2E എന്ന് പറയുന്നത് എ സെൻട്രൽ ആറ്റമാണ്, ബി എന്ന് പറയുന്നത് ബോൺ പെയർ ആണ്, അല്ലെങ്കിൽ ആ ബോൺ പെയറുകളെ ഷെയർ ചെയ്യുന്ന ആറ്റമാണ്. ഇ എന്ന് പറയുന്നത് ലോൺ പെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? എ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 2 ബോൺ പെയറും 1 ലോൺ പെയറും ഉണ്ട് എന്നാണ് ഇതിനർത്ഥം. ശ്രദ്ധിച്ചോടാ. ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് ബോൺ പെയറിൻ്റെ എണ്ണമാണ്. ഇവിടെ ഞാൻ എഴുതുന്നത് ലോൺ പെയറിൻ്റെ എണ്ണമാണ്. ബോൺ പെയർ, ലോൺ പെയർ. എത്ര ബോൺ പെയർ ഉണ്ടാവും? 2. എത്ര ലോൺ പെയർ ഉണ്ടാവും? 1. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് ഇവിടെ? ടോട്ടൽ 2 1 3 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്. ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 3 ഇലക്ട്രോൺ പെയേഴ്സ് വന്നാൽ, സപ്പോസ് അത് 3 ബോൺ പെയറുകളായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാം? എളുപ്പമാണല്ലേ? നമുക്ക് അറിയാവുന്ന സ്ട്രക്ചറാണ്. സെൻട്രൽ ആറ്റം എ ആണെന്നുണ്ടെങ്കിൽ 3 ബോൺ പെയറുകളെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണറുകളിലേക്ക് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ജോമെട്രി വിളിച്ച പേരെന്തായിരുന്നു? ട്രയഗണൽ പ്ലാനാർ ജോമെട്രി. ശരിയാണല്ലോ? ഈ ട്രയഗണൽ പ്ലാനാർ ജോമെട്രിയിൽ ഈ കാണുന്ന 3 ബോൺ പെയറുകളുടെ ഏതെങ്കിലും ഒരു ബോൺ പെയറിന്റെ പൊസിഷനിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു ലോൺ പെയറിനെ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പൊസിഷനിൽ വേണമെങ്കിലും നിങ്ങളുടെ ലോൺ പെയറിനെ പ്ലേസ് ചെയ്യാം. ഇവിടെയോ ഇവിടെയോ ഇവിടെ ഏത് പൊസിഷനിൽ പ്ലേസ് ചെയ്താലും ഒരുപോലെയാണ്, ഒരു മാറ്റമില്ല. സപ്പോസ് ഞാൻ ഈ പൊസിഷനിലാണ് ഈ ബോൺ പെയറിന് പകരം ലോൺ പെയർ പ്ലേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. ഇതാണ് യഥാർത്ഥ ജോമെട്രി വരേണ്ടത്. കാരണം 3 ഇലക്ട്രോൺ പെയറുകൾ വന്നു കഴിഞ്ഞാൽ, 2 3 3 ഇലക്ട്രോൺ പെയറുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് സപ്പോസ് 3 ബോൺ പെയറുകളായിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ജോമെട്രിയാണ്. ഇതിന്റെ പേരെന്താണ്? ട്രയഗണൽ പ്ലാനാർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ 3 ബോൺ പെയറുകളല്ല, 2 ലോൺ പെയറേ ഉള്ളൂ. 2 ബോൺ പെയറേ ഉള്ളൂ, 1 ലോൺ പെയർ ആണ്. അപ്പോൾ ഈ 3 ബോൺ പെയറുകളുടെ ഏതെങ്കിലും ഒരു ബോൺ പെയറിന്റെ പൊസിഷനിൽ ഞാനൊരു ലോൺ പെയർ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, it gives, suppose A is the central atom. ഈ ബോൺ പെയർ അതുപോലെയുണ്ട്, ഈ ബോൺ പെയർ അതുപോലെയുണ്ട്. ഇവിടെയുള്ള ബോൺ പെയറിന് പകരം ഞാനൊരു ലോൺ പെയർ പ്ലേസ് ചെയ്യണം. ഓക്കെ, ലോൺ പെയർ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ലോൺ പെയർ റെപ്രസെന്റ് ചെയ്യേണ്ടത്. സോ 2 ബോൺ പെയറും 1 ലോൺ പെയറും. അപ്പോൾ ഇവിടെ ബോൺ പെയർ, ഇവിടെ ബോൺ പെയർ, ഇതൊരു ലോൺ പെയർ. ഇനി ഈ ട്രയഗണൽ പ്ലാനാർ എന്ന് പറയുന്ന ജോമെട്രിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന 2 ആംഗിളുകൾ തമ്മിലുള്ള 2 ബോണ്ടുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരുന്നു. ശരിയാണല്ലോ? ഇവിടെയും ഈ 2 ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ 120 തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം, ഇവിടെ 3 ബോൺ പെയറുകളാണ്. അപ്പോൾ ഈ ഒരു മോളിക്യൂളിൽ ബോൺ പെയർ റിപ്പൽഷൻ മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അതാണെങ്കിലോ മറ്റ് റിപ്പൽഷനേക്കാളും കുറവാണ്. ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ ആർക്കൊക്കെ ഇടയിലാണ്? ഒരു ലോൺ പെയറിനും വേറൊരു ലോൺ പെയറിനും ഇടയിലാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാലോ ഒരു ലോൺ പെയറിനും ഒരു ബോൺ പെയറിനും ഇടയിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ബോൺ പെയറിനും ഇടയിലുള്ള റിപ്പൽഷൻ വരിക. അപ്പോൾ ഈ മോളിക്യൂളിൽ ആകെ ബോൺ പെയർ റിപ്പൽഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 120 ഡിഗ്രിയാണ് ആംഗിൾ കിട്ടിയത്. ഇവിടെ എത്തുമ്പോൾ ബോൺ പെയർ റിപ്പൽഷൻ മാത്രമാണുള്ളത്. അല്ല, ഈ ലോൺ പെയറും ഈ ബോൺ പെയറും റിപ്പൽ ചെയ്യും, ഈ ലോൺ പെയറും ഈ ബോൺ പെയറും റിപ്പൽ ചെയ്യും. ഈ 2 റിപ്പൽഷനും ഈ 2 ബോൺ പെയറുകൾക്കിടയിലുള്ള റിപ്പൽഷനേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ബോൺ പെയറുകൾ അടുത്തേക്ക് വരും. അകന്നിരിക്കുന്ന ബോൺ പെയറുകൾ അടുത്തേക്ക് വരും. കാരണം ലോൺ പെയറിൽ നിന്നുള്ള റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ 120യിൽ നിന്ന് ആംഗിൾ ചെറുതായിട്ടൊന്ന് കുറയും. 119.5 ഡിഗ്രി ഉണ്ടാവുള്ളൂ. വ്യത്യാസം മനസ്സിലായത് നിങ്ങൾക്ക്? ഇവിടെ 120യും ഇവിടെ എന്തുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഡിക്രീസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ബോൺ പെയർ റിപ്പൽഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ലോൺ പെയർ റിപ്പൽഷൻ വരുന്നുണ്ട്. ഈ 2 ലോൺ പെയർ റിപ്പൽഷനിൽ നിന്നും മിനിമൈസ് ചെയ്യാൻ, രക്ഷപ്പെടാൻ ബോൺ പെയറുകൾ എന്ത് ചെയ്യും? ഒന്നുകൂടി അടുത്തേക്ക് വരും. ലോൺ പെയറിന് അകലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ബോൺ പെയറുകൾ അടുത്തേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ബോൺ പെയറുകൾ അടുത്തേക്ക് വരുമ്പോൾ ആംഗിൾ കുറയും. ഒരു 0.5 ഡിഗ്രിയുടെ കുറവുണ്ടാവും. 119.5 ഡിഗ്രി ആയിരിക്കും ബോണ്ട് ആംഗിൾ വരിക. ഇനി ഇതിനെ നിങ്ങൾക്ക് ട്രയഗണൽ പ്ലാനാർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ബെൻഡ്
എന്താ വിളിക്കുക? ബെൻഡ് ഷേപ്പ്. ഇതിനെ ഇപ്പോൾ നമുക്ക് ട്രയാഗണൽ പ്ലാനാർ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ട്രയാഗണൽ പ്ലാനാർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ 3 ബോൺ പെയറുകൾ വേണം. 3 ബോൺ പെയറുകൾ ഒരു ട്രയാങ്കിളിന്റെ 3 കോർണറിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലാവണം. ഇവിടെ ഒരെണ്ണം ലോൺ പെയർ ആണ്. സോ കോൾ ഇറ്റ് ആസ് ബെൻഡ് ഷേപ്പ്. അപ്പോൾ നമ്മൾ ഷേപ്പ് കാണാൻ ഈ ബോണ്ട് പെയറുകളുടെ പൊസിഷൻ മാത്രമേ നോക്കുള്ളൂ കേട്ടോ. ലോൺ പെയറിന്റെ പൊസിഷൻ നോക്കില്ല. ഈ ബോൺ പെയറുകളുടെ പൊസിഷൻ മാത്രം നോക്കിയാൽ ദിസ് ഇസ് കോൾഡ് ആസ് ബെൻഡ് ഷേപ്പ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ഇതിന് ഇത്തരം കാറ്റഗറിയിൽ പെടുന്ന മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ SO2, സൾഫർ ഡൈ ഓക്സൈഡ് അല്ലേ. അതിന് മുമ്പ് ഞാനിവിടെ അതിൻ്റെ ജോമെട്രി ഏതാണെന്ന് എഴുതാം. നമുക്കറിയാവുന്ന കാര്യമാണ് ജോമെട്രി. ജോമെട്രി ഏതായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ട്രയാഗണൽ പ്ലാനാർ അല്ലേ? പക്ഷേ ആ ജോമെട്രി നിന്ന് മാറിയിട്ട് അതിൻ്റെ ഷേപ്പ് എന്തായിട്ട് മാറി? ബെൻഡ് ഷേപ്പായിട്ട് മാറി. ബെൻഡ്. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 119.5 ഡിഗ്രി ആയിട്ട് മാറി. ഓക്കെ. ഇതിന് എക്സാമ്പിൾ ആണ് SO2 എന്ന് പറയുന്ന മോളിക്യൂൾ. SO2 എന്ന് പറയുന്ന മോളിക്യൂളിൽ എങ്ങനെയാണ് അറേഞ്ച്മെന്റ് എന്നറിയോ? ഞാനത് പറഞ്ഞു തരാം. SO2 സൾഫർ ആണ് സെൻട്രൽ ആറ്റം. ആ സൾഫറിൽ നിന്ന് 2 ഓക്സിജൻ ആറ്റങ്ങൾ, ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന 2 ഓക്സിജൻ ആറ്റങ്ങൾ, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, എന്നിട്ട് ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ടാവും സൾഫറിന് മുകളിൽ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം VSEPR തിയറിയുടെ അവസാന പോസ്റ്റിലായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. 2 ആറ്റങ്ങൾക്കിടയിൽ മൾട്ടിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഒരു സിംഗിൾ ബോണ്ട് പെയർ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ നമ്മളൊരു സിംഗിൾ ബോണ്ട് പെയർ ആക്കി എടുത്തു, ഇതിനെ നമ്മളൊരു സിംഗിൾ ബോണ്ട് പെയർ ആക്കി എടുത്തു. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇതൊരു സിംഗിൾ ബോണ്ട് പെയർ ആണെങ്കിൽ ഒരു ബോണ്ട് പെയർ പ്ലസ് മറ്റൊരു ബോണ്ട് പെയർ, 2 ബോണ്ട് പെയർ, ഇവിടെ ഒരു ലോൺ പെയർ. അപ്പോൾ നമ്മുടെ ഈ ജോമെട്രി ഇതിന് അപ്ലിക്കബിൾ ആണ്. ആൻഡ് ദിസ് ഇസ് ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി ആണ്. പക്ഷേ യഥാർത്ഥ ഷേപ്പ് എന്താണ്? ബെൻഡ് ഷേപ്പ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. SO2 മാത്രമല്ല, നമ്മുടെ ഓസോൺ മോളിക്യൂളിലെ O3 അതും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മോളിക്യൂൾ തന്നെയാണ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്? കാരണം ഓസോൺ മോളിക്യൂളിന്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാലോ. ഓക്സിജൻ സെൻട്രൽ ആറ്റം, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഓക്സിജൻ, ഇവിടെ ഒരു ലോൺ പെയർ. സോ ഇറ്റ് ഇസ് ആൾസോ ബെൻഡ് ഷേപ്പ്. അപ്പോൾ ഈ മോളിക്യൂൾസ് എല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. മനസ്സിലാക്കുക. ഇവിടെ എങ്ങനെയാ സാറേ 2 ബോണ്ട് പെയർ ടോട്ടൽ വന്നതെന്ന് ചോദിക്കരുത്. മൊത്തം ഇവിടെ 1, 2, 3, 4 ബോണ്ട് പെയർ വരുന്നുണ്ട്. പക്ഷേ ഈ 2 ബോണ്ട് പെയറുകളിൽ നമ്മളൊരു സിംഗിൾ ബോണ്ട് പെയർ ആയിട്ട് മാത്രമേ എടുക്കുള്ളൂ. ഈ 2 നമ്മളൊരു സിംഗിൾ ബോണ്ട് പെയർ ആയിട്ട് മാത്രമേ എടുക്കുള്ളൂ. 2 1 2. ഇവിടെ അതുപോലെ തന്നെയാണ്. ഈ ഡബിൾ ബോണ്ടിനെ നമ്മൾ ഒരു സിംഗിൾ ബോണ്ട് പെയർ ആയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ 1 + 1 2. അത്രയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ മോളിക്യൂളിലേക്ക് വരുമ്പോൾ, ഓക്കെ, അടുത്ത മോളിക്യൂള് AB3E. ഓക്കെ. എന്താണ് ഈ AB3E എന്ന് പറയുന്ന മോളിക്യൂൾ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? A ആണ് സെൻട്രൽ ആറ്റം, B3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബോണ്ട് പെയർസ്, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോൺ പെയർ. ഓക്കെ. അപ്പോൾ 3 ബോണ്ട് പെയർ, ഒരു ലോൺ പെയർ. നമുക്ക് ഇതിന്റെ ജോമെട്രി എന്താണെന്ന് അറിയണം, ഷേപ്പ് എന്താണെന്ന് അറിയാം, ബോണ്ട് ആംഗിൾ എത്രയാണെന്ന് അറിയണം. ശരിയല്ലേ? നോക്കാം. സപ്പോസ് അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ പെയറുകളുണ്ട്? 3, 3, 4. സപ്പോസ് ഈ 4 ഇലക്ട്രോൺ പെയറുകളും ബോണ്ട് പെയറുകളായിരുന്നെങ്കിൽ, 4 ബോണ്ട് പെയർ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ജോമെട്രി അതിന് കൊടുക്കുക? ടെട്രാഹിഡ്രൽ ജോമെട്രി ആണല്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? A എന്ന് പറയുന്ന സെൻട്രൽ ആറ്റവും അതിന് ചുറ്റും നമ്മൾ സ്പേസിൽ 4 ബോണ്ടുകൾ അറേഞ്ച് ചെയ്തിട്ട് ബോണ്ട് ആംഗിൾ നമ്മൾ എത്രയാണ് പറഞ്ഞത്? 109.5 ഡിഗ്രി. ആൻഡ് ദിസ് വാസ് കോൾഡ് as ടെട്രാഹിഡ്രൽ ജോമെട്രി. ഏതായിരുന്നു ജോമെട്രി? ടെട്രാഹിഡ്രൽ. ഓക്കെ. പക്ഷേ ഇപ്പം എന്താ പ്രശ്നം? 4 പൊസിഷനിൽ വെക്കാൻ നമ്മുടെ കയ്യിൽ ബോണ്ട് പെയർ ഇല്ല. പകരം 3 പൊസിഷനിലേക്കുള്ള ബോണ്ട് പെയറേ ഉള്ളൂ. അപ്പോൾ ആ ബോണ്ട് പെയറുകളെ 1, 2, 3 ഇവിടെ വെക്കുക. ഈ ലോൺ പെയറിനെ ഈ ബോണ്ട് പെയറിന്റെ സ്ഥാനത്ത് വെക്കുക. അത്രയും നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഞാനത് വരച്ച് കാണിച്ചു തരാം. ഇറ്റ് ഗിവ്സ് എന്തായിട്ട് മാറും നമ്മുടെ സ്ട്രക്ചർ? ഇപ്പോൾ A എന്ന് പറയുന്ന സെൻട്രൽ ആറ്റം, ഇവിടെ ബോണ്ട് പെയർ ആണ്, ഇവിടെ ബോണ്ട് പെയർ ആണ്, ഇവിടെയും ബോണ്ട് പെയർ ആണ്. അപ്പോൾ ഇവിടെ ബോണ്ട് പെയർ, ഇവിടെയും ബോണ്ട് പെയർ, ഇവിടെയും ബോണ്ട് പെയർ. ഇനി നേരത്തെ 4ാമത്തെ ബോണ്ട് പെയർ ഇരുന്നിരുന്ന ഇവിടെ ഞാൻ നമ്മുടെ ലോൺ പെയറിനെ വെക്കുകയാണ്. കാരണം 4ാമത്തെ ആള് ലോൺ പെയർ ആണല്ലോ. ഓക്കെ.
അപ്പോൾ ഈ മോളിക്യൂളിൽ ബോൺ പെയർ റിപ്പൽഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ 109.5 ഡിഗ്രി എന്നുള്ള ഈക്വൽ ആംഗിളിൽ ഇരുന്നു. ഈ 4 ബോൺ പെയറുകൾക്കിടയിലും ഇതേ ആംഗിൾ തന്നെയായിരിക്കും. പക്ഷെ ഇവിടുത്തെ കണ്ടീഷൻ എന്താ? ഇവിടെ ബോൺ പെയർ റിപ്പൽഷന്റെ കൂടെ ലോൺ പെയർ 3 ബോൺ പെയറുകളും ലോൺ പെയർ എന്നുള്ള റിപ്പൽഷൻ സഹിക്കണം. ബോൺ പെയർ റിപ്പൽഷനേക്കാൾ കൂടുതലാണ് എന്ത്? ലോൺ പെയർ റിപ്പൽഷൻ. അപ്പൊ ലോൺ പെയറിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിൽ നിന്നുള്ള റിപ്പൽഷൻ കുറയ്ക്കാൻ ഈ 3 ബോൺ പെയറുകളും കുറച്ചുകൂടി അടുത്തേക്ക് വരുമ്പോൾ 109.5 എന്നുള്ള ആംഗിളിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും മക്കളെ. ആംഗിൾ കുറഞ്ഞിട്ട് 107 ഡിഗ്രി ആയിട്ട് മാറും. നേരത്തെ നമ്മൾ ട്രയഗണൽ പ്ലാനാറിൽ നിന്ന് ബെൻഡിലേക്ക് മാറിയപ്പോണ്ടായ ചെറിയൊരു ഡിക്രീസ് ഉണ്ടായിരുന്നില്ലേ, ഡ്യൂ ടു ദി ലോൺ പെയർ റിപ്പൽഷൻ. അത് തന്നെയാണ് ഇവിടെ റീസൺ. അപ്പൊ ഈ ലോൺ പെയറിൽ നിന്ന് രക്ഷപ്പെടാൻ, അവിടെ റിപ്പൽഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ബോണ്ടുകൾ അടുത്തേക്ക് വരുമ്പോൾ 107 ഡിഗ്രി എന്നുള്ളതിലേക്ക് കുറയും, 109.5 എന്നുള്ളതിൽ നിന്നാണ്. ഇനി ഇതിനെ നമുക്കിപ്പോ ടെട്രാഹീഡ്രൽ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ടെട്രാഹീഡ്രൽ എന്ന് വിളിക്കണമെങ്കിൽ 4 പൊസിഷനിൽ എന്ത് വേണം? ബോൺ പെയറുകൾ വേണം. ഇവിടെ ഈ 3 പൊസിഷനിൽ മാത്രമേ ബോൺ പെയർ ഉള്ളൂ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ട്രയഗണൽ പിരമിഡൽ. എന്താ വിളിക്കുക? ട്രയഗണൽ പിരമിഡൽ. ഓക്കെ. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി എന്ന് പറയുന്നത് ടെട്രാഹീഡ്രൽ. പക്ഷേ ഷേപ്പ് എന്തായിട്ട് നമുക്ക് കിട്ടിയത്? ട്രയഗണൽ പിരമിഡൽ. ഓക്കെ. ബോണ്ട് ആംഗിൾ എത്രയാണ്? 107 ഡിഗ്രി. ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന മോളിക്യൂളാണ് നമ്മുടെ NH3 എന്ന് പറയുന്ന മോളിക്യൂള്. അതുപോലെ തന്നെ PH3 എന്ന് പറയുന്ന മോളിക്യൂള്, PCl3 എന്ന് പറയുന്ന മോളിക്യൂള്. ഇതെല്ലാം അമോണിയ, ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ്, ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന മോളിക്യൂൾസ് ആണ്. ഇനി അതിൽ NH3യുടെ സ്ട്രക്ചർ ഞാനൊന്ന് പറഞ്ഞുതരാം. NH3 എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഷേപ്പ് എന്താണെന്നുള്ളത്. NH3 എന്ന് പറയുമ്പോഴേ നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം, അറിയാവുന്ന കാര്യമാണ്. നൈട്രജൻ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 5 വാലൻസ് ഇലക്ട്രോൺസിൽ 3 എണ്ണത്തെ മാത്രമേ ഹൈഡ്രജനുമായി ഷെയർ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ 3 ബോണ്ട് പെയറുകൾ ഉണ്ടാവും. ബാക്കി 2 ഇലക്ട്രോൺസ് ബാക്കി ഉണ്ടാവും. 5-ൽ 3 എണ്ണം പോയാൽ ബാക്കി 2 അല്ലേ? ആ 2 പേരും ചേർന്ന് ഒരു ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. കണ്ടോ? അപ്പൊ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. അത് തന്നെയല്ലേ നമ്മുടെ കണ്ടീഷൻ? 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. അപ്പൊ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് നൈട്രജൻ, ഒരു ഹൈഡ്രജൻ ഇവിടേക്ക്, ഒരു ഹൈഡ്രജൻ ഇവിടേക്ക്, ഒരു ഹൈഡ്രജൻ ഇവിടേക്ക്. This is the position of your bond pair and the bond angle will be 107 degrees Celsius. I mean degree, Celsius illa, degree. And this is called as trigonal pyramidal shape. ഓക്കെ. ഇനി ബാക്കിയുള്ളതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. PH3 PCl3 ഒക്കെ അതുപോലെ തന്നെയാണ്, നിങ്ങൾ വരച്ച് നോക്കിയാൽ മതി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, നമ്മൾ ഈ എഴുതുന്ന ബോണ്ട് ആംഗിൾ ഉണ്ടല്ലോ, ഈ ബോണ്ട് ആംഗിൾ ഫിക്സഡ് അല്ല. കാരണം ഈ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എല്ലാ ബെൻഡ് ഷേപ്പിനും ഈ ബോണ്ട് ആംഗിൾ ആവണം നിർബന്ധമില്ല. ഓക്കെ. എല്ലാ ട്രൈഗണൽ പിരമിഡൽ ഷേപ്പിനും ഈ ബോണ്ട് ആംഗിൾ ആവണം നിർബന്ധമില്ല. ഇവിടെ നമ്മൾ 119.5 എന്ന് പറയുന്ന ബോണ്ട് ആംഗിൾ പറഞ്ഞത് SO2 എന്ന് പറയുന്ന എക്സാമ്പിൾ എടുക്കുമ്പോൾ മാത്രമാണ്. ഇവിടെ നമ്മൾ 107 ഡിഗ്രി എന്ന് പറയുന്ന ബോണ്ട് ആംഗിൾ പറഞ്ഞത് NH3 എന്ന് പറയുന്ന കേസിൽ മാത്രമാണ്. അത് മോളിക്യൂൾ മാറുന്നതിനനുസരിച്ച് ഈ ബോണ്ട് ആംഗിളുകളിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കേസുകളിലെ പോലെ, ഇപ്പോൾ ടെട്രാഹീഡ്രലിലെ പോലെയോ അല്ലെങ്കിൽ ലിനിയറിലെ പോലെയോ അല്ലെങ്കിൽ ട്രൈഗണൽ പ്ലാനാറിലെ പോലെയോ ഒന്നും ആദ്യം നമ്മൾ പറഞ്ഞ 5 എണ്ണം ഉണ്ടല്ലോ ബോണ്ട് പെയർ മാത്രം വരുന്ന കേസുകൾ, അത് ഏത് മോളിക്യൂൾ വന്നു കഴിഞ്ഞാലും അതേ ബോണ്ട് ആംഗിൾ തന്നെയാണ്, മാറ്റമില്ല. പക്ഷെ ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ ഇത് മോളിക്യൂൾ ടു മോളിക്യൂൾ ബോണ്ട് ആംഗിൾ വ്യത്യാസം ഉണ്ടാവും. ഈവൻ ഒരേ ഷേപ്പ് ആണെങ്കിലും മോളിക്യൂൾ ടു മോളിക്യൂൾ ബോണ്ട് ആംഗിൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ബോണ്ട് ആംഗിളുകൾ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു പർട്ടിക്കുലർ കേസിൽ മാത്രം നമ്മൾ പറയുന്നതാണ്, ആ ഒരു സ്പെസിഫിക് മോളിക്യൂളിന്റെ കേസിൽ മാത്രം പറയുന്നതാണ്. ഇത് SO2 എന്ന് പറയുന്ന മോളിക്യൂളിന്റെ കേസിൽ മാത്രമാണ്. വേറെ മോളിക്യൂൾ വരുമ്പോൾ ഈവൻ ബെൻഡ് ഷേപ്പ് ആണെങ്കിലും സ്ട്രക്ചർ മാറിപ്പോവാം. അതുപോലെ ഇത് അമോണിയ മോളിക്യൂളിന്റെ കേസിൽ മാത്രമാണ്. ബാക്കിയുള്ള ഏത് മോളിക്യൂളിനും, ഇപ്പോൾ ട്രൈഗണൽ പിരമിഡൽ ഷേപ്പ് വരുന്ന വേറെ മോളിക്യൂൾസ് ഉണ്ട്, അതിന്റെ കേസുകളിലേക്ക് ഈ ബോണ്ട് ആംഗിളിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ബോണ്ട് ആംഗിൾ എന്നുള്ള ഭാഗം ഞാൻ അവിടെ എഴുതാതിരിക്കുന്നതായിരിക്കും ഭംഗി. കാരണം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഞാൻ ആ മോളിക്യൂളിന്റെ കേസിൽ മാത്രമായിട്ട് ആ ബോണ്ട് ആംഗിൾ എന്ന് പറയാം, അതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് ബോണ്ട് ആംഗിൾ എഴുതണ്ട, ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ആ ഒരു സ്പെസിഫിക് കേസ് പറയുമ്പോൾ മാത്രം ഞാൻ അതിന്റെ ബോണ്ട് ആംഗിൾ പറഞ്ഞുതരാം. ഓക്കെ. നമ്മുടെ അടുത്ത മോളിക്യൂള് AB2E2. എന്താ അതിനർത്ഥം? 2 ബോണ്ട് പെയർ, 2 ലോൺ പെയർ, 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും, 4 ഇലക്ട്രോൺ പെയേഴ്സ് ടോട്ടൽ. സപ്പോസ് ഈ 4 ഇലക്ട്രോൺ പെയേഴ്സും ബോണ്ട് പെയറുകളായിരുന്നെങ്കിൽ
നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം? സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 4 ബോണ്ട് പെയറുകൾ വന്നാൽ നമ്മൾ ടെട്രാഹീഡ്രൽ ഷേപ്പ് ആണ് കൊടുക്കുക അല്ലേ? ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രി വരുന്ന ടെട്രാഹീഡ്രൽ ഷേപ്പാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ജോമെട്രി എന്ന് പറയുന്നത്. പക്ഷേ എന്താ പ്രശ്നം? ഈ 4 ബോണ്ട് പെയറുകളിൽ 2 ബോണ്ട് പെയറുകൾക്ക് പകരം നമ്മൾ ലോൺ പെയറുകൾ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഷേപ്പ് എങ്ങനെയായിട്ട് മാറും? എ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റം, അതിൽ ഒരു ബോണ്ട് പെയർ, അടുത്ത ബോണ്ട് പെയർ, ഓക്കെ, ഇവിടെ ഒരു ബോണ്ട് പെയർ, ഇവിടെ ഒരു ബോണ്ട് പെയർ, സോ ഇവിടെയും ബോണ്ട് പെയർ, ഇവിടെയും ബോണ്ട് പെയർ. ബാക്കിയുള്ള 2 പൊസിഷനുകളിൽ ഇതാ ഈ ഒരു പൊസിഷനിൽ ലോൺ പെയർ, ഈ ഒരു പൊസിഷനിലും ലോൺ പെയർ. ശരിയല്ലേ? ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ ടെട്രാഹീഡ്രൽ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് AB to E എന്ന് പറയുന്ന ഷേപ്പിലാണ്. ആ ഒരു ഷേപ്പിന് സിമിലർ അല്ലേ ഇത്? ആണ്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് എന്ത് പറയാം? ബെൻഡ് ഷേപ്പ് എന്ന് വിളിക്കാം. എന്താ വിളിക്കാം നമ്മളിതിനെ? ബെൻഡ് ഷേപ്പ്. ഇനി ബെൻഡ് എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വി ഷേപ്പ് എന്ന് വിളിക്കാം. എന്താണ്? വി ഷേപ്പ്. വി എന്നുള്ളത് തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഈ ബോണ്ടിന്റെ പൊസിഷൻ മാത്രമേ നോക്കുള്ളൂ കേട്ടോ. ബോണ്ടിന്റെ പൊസിഷൻ മാത്രം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഷേപ്പ് പറയുന്നത്. യു ക്യാൻ എയ്തർ കോൾ ഇറ്റ് ആസ് ബെൻഡ് ഷേപ്പ് ഓർ വി ഷേപ്പ്. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന മോളിക്യൂളിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ H2O ഇല്ലേ? H2O ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദിസ് കാറ്റഗറി ഓഫ് കോമ്പൗണ്ട്. കാരണം ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം. ഓക്സിജൻ 16ാമത്തെ ഗ്രൂപ്പിലെ മെമ്പർ ആയതുകൊണ്ട് തന്നെ 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിൽ 2 ഹൈഡ്രജനുമായിട്ട് ഓരോ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ 6ൽ 2 ബോണ്ട് പെയർ, ബാക്കി 6ൽ 2 ഇലക്ട്രോൺ പോയാൽ ബാക്കി എത്രയാ? 4 ഉണ്ടാവും. ആ 4 ഇലക്ട്രോൺസും ചേർന്നിട്ട് 2 ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും. എങ്ങനെയായിരിക്കും അറേഞ്ച്മെന്റ് എന്നറിയാം നിങ്ങൾക്ക്? ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റ് തന്നെയാണ്. പക്ഷെ അതിലെ 2 ബോണ്ടുകൾ ഇരുന്നിരുന്ന സ്ഥലത്ത് നിങ്ങൾ ലോൺ പെയറുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓക്സിജൻ അറ്റ് ദ സെന്റർ, ഇവിടെ ഒരു ഹൈഡ്രജനുമായിട്ടുള്ള ബോണ്ട് പെയർ, ഇവിടെ ഒരു ഹൈഡ്രജനുമായിട്ടുള്ള ബോണ്ട് പെയർ, ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെയും ഒരു ലോൺ പെയർ. ഓക്കെ. ഇനി നോർമലി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു ടെട്രാഹീഡ്രൽ ജോമെട്രിയിൽ ബോണ്ട് പെയർ റിപ്പൽഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്, തൊട്ടടുത്ത് കിടക്കുന്ന 2 ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 109.5 ഡിഗ്രിയാണ് അല്ലേ? അതേസമയം നമ്മൾ നേരത്തെ പിരമിഡൽ ഷേപ്പ് പറഞ്ഞു, അമോണിയയുടെ ഷേപ്പ്. അതിൽ ടെട്രാഹീഡ്രൽ ജോമെട്രി തന്നെയായിരുന്നു. അതിൽ ഒരു പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ലോൺ പെയറിനെ പ്ലേസ് ചെയ്തു. അപ്പോൾ അവിടെ ആ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി ബോണ്ട് പെയറുകൾ അടുത്തേക്ക് വന്നു. അപ്പോൾ അതിന്റെ ആംഗിൾ 109.5 എന്നുള്ളതിൽ നിന്ന് കുറച്ച് കുറഞ്ഞിട്ട് 107 ആയി. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 2 ബോണ്ടുകൾക്കിടയിൽ ടെട്രാഹീഡ്രൽ ഷേപ്പിൽ എത്രയാണ് ആംഗിൾ? 109.5 ഡിഗ്രിയാണ്. പക്ഷേ ഈ 2 ബോണ്ടുകളും ഈ 2 ലോൺ പെയറുകളിൽ നിന്നുള്ള റിപ്പൽഷൻ സഹിക്കേണ്ടി വരും. ലോൺ പെയർ റിപ്പൽഷൻ നോക്കാം. ഈ ലോൺ പെയറും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയറും ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയറും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ മാത്രമല്ല, ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ടാവും. അതാണ് അവിടുത്തെ ഗ്രേറ്റസ്റ്റ് റിപ്പൽഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ? ലോൺ പെയർ റിപ്പൽഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ, ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ. അപ്പോൾ ഇത്രയും റിപ്പൽഷൻസ് മിനിമൈസ് ചെയ്യാൻ, കുറയ്ക്കാൻ വേണ്ടിയിട്ട് പരമാവധി ലോൺ പെയറുകളിൽ നിന്ന് അകലേക്ക് മാറാൻ വേണ്ടി ഈ 2 ബോണ്ട് പെയറുകളും കുറച്ചുകൂടി അമോണിയയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി അടുത്തേക്ക് വരും. കുറച്ചുകൂടി അടുത്തേക്ക് വരുമ്പോൾ ഈ 2 ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് അമോണിയനേക്കാൾ കുറവായിരിക്കും. 104.5 ഡിഗ്രി ആയിരിക്കും. എത്രയാണ്? 104.5. അപ്പൊ ശരിക്കും ടെട്രാഹീഡ്രൽ ജോമെട്രിയിൽ എത്രയാണ്? 109.5 ആണ്. അവിടുന്ന് അമോണിയയിലേക്ക് വന്നപ്പോൾ 107 ആയി, കാരണം ഒരു ലോൺ പെയർ വന്നു. അവിടുന്ന് വാട്ടറിലേക്ക് വന്നപ്പോൾ 104.5 ആയി, കാരണം 2 ലോൺ പെയർ വന്നു. അപ്പൊ ഇവിടെ ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ടാവും, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ബോണ്ട് പെയറുകൾക്ക് ഒറ്റ വഴിയുള്ളൂ, പരസ്പരമുള്ള വൈര്യം മറന്നിട്ട്, ദേഷ്യം മറന്നിട്ട്, ശത്രുത മറന്നിട്ട് പരസ്പരം അടുത്തേക്ക് വരാൻ ശ്രമിക്കുക. അടുത്തേക്ക് വരുന്നു, ബോണ്ട് ആംഗിൾ കുറയുന്നു 104.5 ആയിട്ട്. അപ്പൊ ഈ ഒരു ബോണ്ട് ആംഗിൾ വാട്ടറിന്റെ കേസിൽ മാത്രമാണ് മക്കളെ, എല്ലാ കേസുകളും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. വാട്ടർ മാത്രമല്ല, H2S എന്ന് പറയുന്നതും ഈ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു കോമ്പൗണ്ട് തന്നെയാണ് H2S. അപ്പോൾ H2Oയും H2Sഉം ഈ ഒരു കാറ്റഗറിക്ക് എക്സാമ്പിൾസ് ആണ്. ശരി, നമ്മൾ അടുത്ത മോളിക്യൂള് AB4E. ഏതാണ്? AB4E. എന്താണ് ഈ മോളിക്യൂളിന്റെ പ്രത്യേകത? 4 ബോണ്ട് പെയറുകൾ, ഒരു ലോൺ പെയർ. ടോട്ടൽ എത്രയായി? 5 ഇലക്ട്രോൺ പെയർസാണ്. സപ്പോസ് ഈ 5 ഇലക്ട്രോൺ പെയറുകളും ബോണ്ട് പെയർ ആയിരുന്ന ഒരു കാലത്ത് നമ്മൾ എങ്ങനെ ഷേപ്പ് വരച്ചിരുന്നേ? എക്ക് ചുറ്റും നമ്മൾ 3 ഇക്വറ്റോറിയൽ ബോണ്ടുകൾ 120 ഡിഗ്രി ആംഗിളിൽ ഒരു ട്രയാങ്കിളിന്റെ 3 കോർണറുകളിലേക്ക്
രണ്ട് ആക്സിയൽ ബോണ്ടുകൾ ഈ പ്ലെയിനിൽ നിന്ന് മുകളിലേക്കും ഈ പ്ലെയിനിൽ നിന്ന് താഴേക്കും. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഈ ഷേപ്പിൽ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി. അപ്പൊ 5 ബോണ്ട് പെയറുകളായിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി. ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി. പക്ഷേ ഈ ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിൽ നമുക്ക് അറിയാവുന്ന കാര്യം ഈ രണ്ട് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ആണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഒരു പ്ലേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലോൺ പെയർ കൊടുക്കണം. അത് ഏത് പൊസിഷനിൽ എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത കേസുകളിൽ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ലോൺ പെയറിനെ കൊടുക്കായിരുന്നു. എവിടെ കൊടുത്താലും ഒരു പ്രശ്നമില്ല. കാരണം എല്ലാ പൊസിഷനും ഇക്വാലന്റ് പൊസിഷൻസ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നോക്കി, ഈ 3 ഇക്വറ്റോറിയൽ പൊസിഷനാണ്. അവർക്കിടയിലുള്ള ആംഗിൾ അല്ല ഈ ആക്സിയൽ പൊസിഷന്റെ ഇടയിൽ വരിക. അപ്പൊ ആക്സിയൽ പൊസിഷനും ഉണ്ട്, ഇക്വറ്റോറിയലും ഉണ്ട്. ഇതിൽ എവിടെയാണ് നിങ്ങൾ ഈ ഒരു ലോൺ പെയറിനെ പ്ലേസ് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ വിജയം. ഇതിൽ എവിടെ പ്ലേസ് ചെയ്താലാണ് മിനിമം റിപ്പൽഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതിൽ നമുക്ക് എല്ലാ സാധ്യതകളും ഉണ്ട് കേട്ടോ. ഈ ഇക്വറ്റോറിയൽ പൊസിഷനിൽ വെക്കാം, ഈ ഇക്വറ്റോറിയൽ പൊസിഷനിൽ വെക്കാം, അല്ലെങ്കിൽ ഈ ഇക്വറ്റോറിയൽ പൊസിഷനിൽ വെക്കാം, അല്ലെങ്കിൽ ഈ ആക്സിയൽ പൊസിഷനിലോ ഈ ആക്സിയൽ പൊസിഷനിലോ വെക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ ഇക്വറ്റോറിയൽ പൊസിഷനിൽ വെക്കുമ്പോഴാണോ ആക്സിയൽ പൊസിഷനിൽ വെക്കുമ്പോഴാണോ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ കുറവുണ്ടാവുക? ഉറപ്പല്ലേ? ഏതെങ്കിലും ഒരു ഇക്വറ്റോറിയൽ പൊസിഷനിൽ വെക്കുമ്പോഴാണ്. കാരണം ആക്സിയലിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിയൽ നിന്ന് ഇക്വറ്റോറിയലിലേക്ക് വരുന്ന 90 ഡിഗ്രിയുടെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ അതിനേക്കാൾ ബെറ്റർ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വറ്റോറിയൽ പൊസിഷനിൽ ലോൺ പെയർ പ്ലേസ് ചെയ്യുന്നതാണ് മിനിമം റിപ്പൽഷൻ ഉള്ള ഒരു സ്ട്രക്ചറിന് നല്ലത്, ഒരു ഷേപ്പിന് നല്ലത്. അതായിരിക്കും അതിന്റെ സ്റ്റേബിൾ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഷേപ്പിൽ നിന്ന് നമ്മളൊരു ലോൺ പെയറിനെ പ്ലേസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോടാം. എ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിൽ ഈ ഇക്വറ്റോറിയൽ ബോണ്ടും ഈ ഇക്വറ്റോറിയൽ ബോണ്ടും ഇതുപോലെ ഉണ്ടാവും. ഇതൊരു ആക്സിയൽ ബോണ്ട്, ഇതൊരു ആക്സിയൽ ബോണ്ട്, അതും അതുപോലെ ഉണ്ടാവും. ഈ 3ാമത്തെ ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഞാൻ എൻ്റെ ലോൺ പെയറിനെ പ്ലേസ് ചെയ്യും. ഓക്കെ, പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ ഏത് ഇക്വറ്റോറിയൽ പൊസിഷൻ വെച്ചാലും ഒരുപോലെയാണ് കേട്ടോ. ഞാനിപ്പോൾ അവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, സോ ഇങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ ബോണ്ട് പെയർ, ഇത് ബോണ്ട് പെയർ ആണ്, ഇത് ബോണ്ട് പെയർ ആണ്, ഇത് ബോണ്ട് പെയർ ആണ്. ശരിയല്ലേ? ഈ ഷേപ്പ് 5 ബോണ്ട് പെയറുകളായിരുന്നപ്പോൾ നമ്മൾ ട്രയഗണൽ ബൈപിരമിഡൽ എന്ന് വിളിച്ചു. ഇതിനെ നിങ്ങൾക്ക് ട്രയഗണൽ ബൈപിരമിഡൽ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് എന്ത് ഷേപ്പാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നേരെ തിരിച്ചിട്ട് നോക്കിയേ. ഇതൊരു 90 ഡിഗ്രി തിരിച്ചിട്ട് നോക്കിയേ നിങ്ങൾ. ഇത് 90 ഡിഗ്രി തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു അപ്പിയറൻസ് ആയിരിക്കില്ലേ മക്കളെ? ഇങ്ങനൊരു അപ്പിയറൻസ് ആയിരിക്കില്ലേ? ഇങ്ങനെ ആയിരിക്കില്ലേ അപ്പിയറൻസ് ഉണ്ടാവുക? ആണ്. ഇത് നമ്മൾ എവിടെ കണ്ടിട്ടുള്ളത്? പാർക്കിലൊക്കെ അല്ലെ, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കിലൊക്കെ സീസോ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ സീസോ പോലെയല്ലേ ഇത്? സോ ദിസ് ഷേപ്പ് ഇസ് കോൾഡ് ആസ് സീസോ ഷേപ്പ്. എന്താ വിളിക്കുക? സീസോ ഷേപ്പ് എന്ന് നമ്മൾ വിളിക്കാം. അവിടെ കൃത്യമായൊരു ബോണ്ട് ആംഗിൾ ഞാൻ പറയുന്നില്ല, കാരണം മോളിക്യൂൾ ടു മോളിക്യൂൾ ആ ബോണ്ട് ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ആ കൃത്യമായ ബോണ്ട് ആംഗിൾ പറയുന്നില്ല. സീസോ ഷേപ്പ് ആണ്. ഓക്കെ, ഇത്തരം മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ SF4 സൾഫർ ടെട്രാഫ്ലൂറൈഡ്. നോക്കിക്കോടാ, സൾഫർ ടെട്രാഫ്ലൂറൈഡ് എന്ന് പറയുന്നതിലെ സൾഫർ ആണല്ലോ സെൻട്രൽ ആറ്റം. 16ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാ. 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിൽ 4 ഫ്ലൂറിനുമായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ 6ൽ 4 ബോണ്ട് പെയറുകളായിട്ട് പോകും. ബാക്കി 2 ബാക്കി വരും. അതൊരു ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ 4 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും, 4 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. അപ്പൊ ഈ ഷേപ്പ് തന്നെയാണ് എവിടെയും വരിക? SF4 വരിക. സൾഫർ സെന്ററിൽ വരുമ്പോൾ ഇവിടെ ഒരു ഫ്ലൂറിൻ, ഇവിടെ ഒരു ഫ്ലൂറിൻ, ഈ ആക്സിയൽ പൊസിഷനിൽ ഫ്ലൂറിൻ, ഈ ആക്സിയൽ പൊസിഷനിൽ ഫ്ലൂറിൻ, ഈ ഇക്വറ്റോറിയൽ പൊസിഷനിൽ ആ ഒരു ലോൺ പെയർ നമ്മൾ പ്ലേസ് ചെയ്യും. സോ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് SF4 മോളിക്യൂൾ. അതിനെയാണ് നമ്മൾ സീസോ ഷേപ്പ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് മോളിക്യൂള് AB3E2. 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും, 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും, 3+2 5 ഇലക്ട്രോൺ പെയറുകൾ ടോട്ടൽ. സപ്പോസ് 5 ബോണ്ട് പെയറുകളായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിലാണ് അറേഞ്ച് ചെയ്യുക അല്ലേ? 3 ഇക്വറ്റോറിയൽ ബോണ്ടുകളും 2 ആക്സിയൽ ബോണ്ടുകളും. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിച്ചിരുന്നത് ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി. ഓക്കെ, പക്ഷെ എന്താ പ്രശ്നം? ഇവിടെ 2 ലോൺ പെയറാണ്. അപ്പൊ ഈ 5 ബോണ്ടുകളിൽ 2 ലോൺ പെയർ പ്ലേസ് ചെയ്യേണ്ടി വരും. ആൾറെഡി നമ്മൾ പറഞ്ഞു, ഇത്തരം ഒരു ജോമെട്രിയിൽ എവിടെ ലോൺ പെയർ പ്ലേസ് ചെയ്യുന്നതാണ് സേഫ്, എവിടെ ലോൺ പെയർ പ്ലേസ് ചെയ്യുന്നതാണ് മിനിമം റിപ്പൽഷൻ ഉണ്ടാക്കുക?
ഇക്വറ്റോറിയൽ പൊസിഷനിൽ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബോൺ പെയറിനും പകരം ഈ രണ്ട് ഇക്വറ്റോറിയൽ പൊസിഷനുകളിൽ നിങ്ങളുടെ രണ്ട് ലോൺ പെയർ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്ക് ചുറ്റും ഈ ഒരു ബോൺ പെയർ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഒരു ബോൺ പെയർ, ഇവിടെ ഒരു ബോൺ പെയർ. അപ്പോൾ 3 ബോൺ പെയറുകൾ റെഡിയാണ്. ഇനി ഈ രണ്ട് ഇക്വറ്റോറിയൽ പൊസിഷനുകളിൽ ഞാൻ രണ്ട് ലോൺ പെയറുകളെ പ്ലേസ് ചെയ്യാം. സോ ദിസ് വിൽ ബി ദ ഷേപ്പ് ഓഫ് your molecule in which there are 3 bone pairs and 2 lone pairs. Okay, ഇനി നിങ്ങൾക്ക് ഇതിനെ എന്ത് വിളിക്കാൻ പറ്റില്ല? ട്രയഗണൽ ബൈപിരമിഡൽ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഇതിനെ എന്ത് വിളിക്കണം? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ടി ഇല്ലേ, ടി, ഈ ടീനെ ഒന്ന് ചെരിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ഏകദേശം ആ ഒരു ഷേപ്പ് അല്ലേ ബോണ്ടുകൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. സോ യു ക്യാൻ കോൾ ദിസ് ആസ് ടി ഷേപ്പ്. എന്താ വിളിക്കുക? ടി ഷേപ്പ് എന്ന് വിളിക്കാം നിങ്ങൾക്ക്. ക്ലിയർ? ഓക്കെ, ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ClF3 എന്ന് പറയുന്ന മോളിക്യൂൾ. ഏതാണ് മോളിക്യൂൾ? ClF3. ക്ലോറിൻ ആണ് സെൻട്രൽ ആറ്റം. 17ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ്. 7 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ക്ലോറിൻ ഉണ്ടാവുക. അതിൽ 3 ഫ്ലൂറിനുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ 7ൽ 3 ബോൺ പെയറുകളായിരിക്കും. പ്ലസ് 7ൽ നിന്ന് 3 പോയ ബാക്കി 4 ആ 4 ചേർന്ന് 2 ലോൺ പെയർ ഫോം ചെയ്യും. അപ്പോൾ 3 ബോൺ പെയറും 2 ലോൺ പെയറും, 3 ബോൺ പെയറും 2 ലോൺ പെയറും ഇതേ ഷേപ്പ് തന്നെയായിരിക്കും. ഒറ്റ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ഈ എക്ക് പകരം ക്ലോറിനും ബിക്ക് പകരം ഫ്ലൂറിനുമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ചെറിയൊരു മാറ്റം, അതായത് നമ്മൾ ഈ AB എന്ന് എഴുതിയതിന് പകരം ഫ്ലൂറിൻ ക്ലോറിൻ എന്ന് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. എ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റമാണ്, അതിവിടെ ക്ലോറിൻ ആണ്. ഈ കാണുന്ന ബോൺ പെയറുകളെല്ലാം ഫ്ലൂറിനുമായിട്ട് ഫോം ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ClF3 മോളിക്യൂൾ. അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത കാറ്റഗറി, അടുത്ത മോളിക്യൂൾ എന്ന് പറയുന്നത് AB5E. ഓക്കെ, അവിടെ നമ്മൾ ബോൺ പെയർ കൺസിഡർ ചെയ്യണം, ലോൺ പെയർ കൺസിഡർ ചെയ്യണം, ജോമെട്രി ഏതാണെന്ന് പറയണം, ഷേപ്പ്. ഓക്കെ, AB5E എന്ന് പറയുമ്പോൾ 5 ബോൺ പെയറും 1 ലോൺ പെയർ, 5 ബോൺ പെയർ 1 ലോൺ പെയർ, ടോട്ടൽ 6 ഇലക്ട്രോൺ പെയർ. 6 ഇലക്ട്രോൺ പെയർ വരുമ്പോൾ 6ഉം ബോൺ പെയറുകളായിരുന്നെങ്കിൽ നമ്മൾ ഏത് ജോമെട്രിയാണ് എടുക്കുക? നമുക്കറിയാവുന്നതാണ്. ഏത് ജോമെട്രിയാണ് നമ്മൾ എടുക്കുക? ഒക്ടാഹീഡ്രൽ ജോമെട്രി അല്ലേ. എ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 4 ബോണ്ടുകൾ, ഈ 4 കോർണറിലേക്കും 1 ബോണ്ടിന് മുകളിലേക്കും 1 ബോണ്ടിന് താഴേക്കും. നമ്മളിതിനെ ഒക്ടാഹീഡ്രൽ ജോമെട്രി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒക്ടാഹീഡ്രൽ ജോമെട്രിയാണ്. പക്ഷെ എന്താ പ്രശ്നം? ഒക്ടാഹീഡ്രൽ പോസിബിൾ അല്ല. കാരണം ഒക്ടാഹീഡ്രലിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പൊസിഷനിൽ ലോൺ പെയർ വെക്കണം. ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ 2 പൊസിഷനുകളിൽ, ഈ 2 പൊസിഷൻസ് ഇല്ലേ, ഈ പ്ലെയിനിന് മുകളിലേക്ക് ഈ പ്ലെയിനിന് താഴേക്ക് ഇരിക്കുന്ന 2 പൊസിഷൻസ് ഇല്ലേ, അതിലേതെങ്കിലും ഒരു പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോൺ പെയറിനെ പ്ലേസ് ചെയ്യാം. സോ ദ മോളിക്യൂൾ വിൽ ബി ലൈക്ക് എ എന്ന് പറയുന്ന ആറ്റം, അതിന് ചുറ്റും 4 ബോണ്ടുകൾ. ഇതൊരു ബോൺ പെയർ, ഇതൊരു ബോൺ പെയർ, ഇതും ബോൺ പെയർ, ഇതും ബോൺ പെയർ. സോ ബി 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 ബി. ഓക്കെ, ഇതും ഒരു ബോൺ പെയർ. ഈ പൊസിഷനിൽ ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ ലോൺ പെയറിനെ പ്ലേസ് ചെയ്യണം. ഓക്കെ, അവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്, റിപ്പൽഷൻ മിനിമൈസ് ചെയ്യാൻ. ആൻഡ് ദിസ് ഇസ് കോൾഡ് അസ്, ഇതിനെ നമ്മൾ വിളിച്ചിരുന്ന ഒക്ടാഹീഡ്രൽ എന്നാണ്. ഇതിനെ നമുക്കിപ്പോൾ ഒക്ടാഹീഡ്രൽ എന്ന് വിളിക്കാൻ പറ്റുമോ? ഒക്ടാഹീഡ്രൽ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇതിനെ വിളിക്കേണ്ടത് എന്താണെന്നറിയോ? സ്ക്വയർ പിരമിഡൽ. സോ ദിസ് ഷേപ്പ് ഇസ് കോൾഡ് അസ് സ്ക്വയർ പിരമിഡൽ. സ്ക്വയർ പിരമിഡൽ ക്ലിയർ ആണല്ലോ അല്ലേ? സ്ക്വയർ പിരമിഡൽ എന്ന് പറയുന്ന ഷേപ്പ്. ഓക്കെ, ഈ ഷേപ്പിലിരിക്കുന്ന മോളിക്യൂളുകൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിലൊന്നാണ് BrF5 എന്ന് പറയുന്ന മോളിക്യൂൾ. അവിടെ ബ്രോമിൻ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റം 17ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ്. 7 വാലൻസ് ഇലക്ട്രോണുകൾ ഉണ്ടാവും. അതിൽ 5 എണ്ണത്തെ ഫ്ലൂറിനുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ 5 ബോൺ പെയറുകൾ, ബാക്കി 2 എണ്ണം ബാക്കി ഉണ്ടാവും. അതൊരു ലോൺ പെയർ ആയിട്ടിരിക്കും. അപ്പോൾ 5 ബോൺ പെയറും 1 ലോൺ പെയറും ഇതേ ഷേപ്പ് തന്നെയാണ് വരിക. ഒറ്റ മാറ്റേ ഉള്ളൂ, എക്ക് പകരം ബ്രോമിൻ എന്നും ഈ കാണുന്ന ബിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലൂറിൻ എന്നും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് BrF5ന്റെ ഷേപ്പ് കിട്ടും. ഓക്കെ, നോക്കിക്കോ, സെൻട്രൽ ആറ്റം ബ്രോമിൻ ആണ്. ഈ ബോൺ പെയറുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഫ്ലൂറിനുമായിട്ടാണ്. അത്രയേ ഉള്ളൂ മാറ്റം, വേറെ ഒരു മാറ്റമില്ല. സോ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ഓഫ് ഏത് മോളിക്യൂളാണ്? BrF5. അടുത്ത മോളിക്യൂള്, ഓക്കെ, അടുത്ത മോളിക്യൂൾ എന്ന് പറയുന്നത് AB4
E2. എത്ര ബോണ്ട് പെയർ ഉണ്ട്? 4. എത്ര ലോൺ പെയർ ഉണ്ട്? 2. ടോട്ടൽ എത്ര ഇലക്ട്രോൺ പെയർസാ? 6. 6ഉം ബോണ്ട് പെയർ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം? എക്ക് ചുറ്റും 6 ബോണ്ട് പെയറുകളെ നമ്മൾ ഒക്ടാഹിഡ്രൽ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്യുക അല്ലേ? ഒക്ടാഹിഡ്രൽ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി എന്ന് പറയുന്നത് ഒക്ടാഹിഡ്രൽ തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം? 2 ബോണ്ടുകൾക്ക് പകരം ലോൺ പെയറുകൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ലോൺ പെയർ കൊടുക്കുക, ഇവിടെ ഒരു ലോൺ പെയർ കൊടുക്കുക. നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഷേപ്പ് കിട്ടും. ഓക്കെ, എങ്ങനെയാണ്? ഈ 4 ബോണ്ടുകൾ, ഈ 4 കോർണറിലേക്കുള്ള ബോണ്ടുകൾ അതുപോലെ തന്നെ ഉണ്ടാവും. പകരം ഈ കോർണറിലും ഒരു ലോൺ പെയർ, ഐ മീൻ ഈ പൊസിഷനിൽ ഒരു ലോൺ പെയർ, ഈ പൊസിഷനിലും ഒരു ലോൺ പെയർ. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഷേപ്പ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഒക്ടാഹിഡ്രൽ വിളിക്കാൻ പറ്റില്ലല്ലോ, കാരണം 2 പൊസിഷനിൽ ലോൺ പെയറാ. ഒരു പൊസിഷനിൽ ഒക്ടാഹിഡ്രലിന്റെ ഒരു പൊസിഷനിൽ ലോൺ പെയർ വന്നപ്പോൾ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? സ്ക്വയർ പിരമിഡൽ. ഇപ്പൊ 2 പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് വിളിക്കണം? സ്ക്വയർ പ്ലാനാർ. എന്താ വിളിക്കുക? സ്ക്വയർ പ്ലാനാർ. കാരണം ഈ 4 ബോണ്ടുകൾ മാത്രമേ നോക്കണ്ടുള്ളൂ. ഈ 4 ബോണ്ടുകളും ഒരു പ്ലെയിനിലാണ്. സോ ദിസ് ഇസ് കോൾഡ് എ സ്ക്വയർ പ്ലാനാർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ XCF4 എന്ന് പറയുന്ന മോളിക്യൂള, സെനോൺ ടെട്രാഫ്ലൂറൈഡ്. സെനോൺ ആണ് സെൻട്രൽ ആറ്റം. 18ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ്. 8 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിൽ എത്ര എണ്ണം ഫ്ലൂറിനുമായി ഷെയർ ചെയ്യും? 4 ഫ്ലൂറിനല്ലേ? അപ്പൊ 4 എണ്ണം ഫ്ലൂറിനുമായി ഷെയർ ചെയ്യും. 4 ബോണ്ട് പെയർ. ഇനിയും 4 എണ്ണം ബാക്കി ഉണ്ടാവും. ആ 4 ഇലക്ട്രോണുകൾ 2 ലോൺ പെയറുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ടോട്ടൽ 6 പെയറുകൾ. ഇതേ ഷേപ്പ് തന്നെയായിരിക്കും. എന്തേ ഉള്ളൂ? എക്ക് പകരം എക്സ് എന്നും ഈ ബോണ്ടുകൾ ഫ്ലൂറിനിൽ അവസാനിക്കുകയും ചെയ്യും. നോക്കിയോടാ, സെൻട്രൽ ആറ്റം സെനോൺ ആണ്. ഈ 4 ബോണ്ടുകളും 4 ഫ്ലൂറിനിലേക്കാവും എന്ന് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് XCF4. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് VSEPR തിയറി അനുസരിച്ച് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ബോണ്ട് പെയറുകളും ലോൺ പെയറുകളും വന്നാൽ എങ്ങനെയാണ് നമ്മൾ ഷേപ്പ് കണ്ടുപിടിക്കുക. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് ബോണ്ട് പെയറുകൾ മാത്രം വരുന്ന കേസുകളിൽ എങ്ങനെയാണ് ഷേപ്പ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.